ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അത്യാവശ്യം കിഡിലൻ ലുക്കിലായിരുന്നു ലാലേട്ടൻ വന്നത്. പക്ഷെ എങ്ങനെ ഒരു കോർപ്പറേറ്റ് കമ്പനി നയിക്കുന്ന ഒരു കോമാളി ആവാം എന്ന് ലാലേട്ടൻ വീണ്ടും തെളിയിക്കുകയാണ് ഉണ്ടായത്. കാര്യം കഴിഞ്ഞ ദിവസം, ആറാമത്തെ ദിവസം, വീക്കെൻഡ് എപ്പിസോഡിലെ ശനിയാഴ്ചത്തെ ദിവസം ഉണ്ടായ ഒരു പ്രശ്നം നമുക്കറിയാം. രേണു ഒരു വീഡിയോ, ഈ പറയുന്ന എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുള്ളിക്കാരി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, പുറത്ത് കുറെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ചോർന്ന് പോകുന്നുണ്ട്, അത് അത് ആദ്യം പരിഹരിക്കണം എന്നുള്ള രീതിക്കുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സത്യത്തില് സ്വന്തം കൂടെയുള്ളവർ ക്രൂ മെമ്പേഴ്സിന്റെ കുറ്റമാണ് അത് രേണുവിന്റെ മേളില് ചുമത്തിക്കൊണ്ട് ലാലേട്ടൻ ഇന്നലെ ഒരു കഴുത നാടകം കളിച്ചത്. ഒരു വളരെ വളരെ നാടകീയമായിട്ട് രേണുവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. രേണു ചിലപ്പം ചെയ്ത തെറ്റ് തന്നെ ആയിരിക്കാം, ഈ പറയുന്ന വീഡിയോ ഇട്ടത് നിയമത്തിനെതിരായിരിക്കാം. പക്ഷേ ലാലേട്ടൻ വായിച്ച ഒരു നിയമത്തിനെതിരല്ലേ, ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ വായിച്ച കത്തിലെ പറയുന്ന തെറ്റുകാരെന്ന് പറയുന്നത് ക്രൂ മെമ്പേഴ്സ് ആണ്. ലാലേട്ടൻ ഉൾപ്പെടെ ലാലേട്ടന്റെ കൂടെയുള്ള മെമ്പേഴ്സ് ആണ്. സെയിം അതുപോലെ തന്നെ അതിന്റെ പകർപ്പ് പോലെ ഇന്ന് വന്നിട്ട് ലാലേട്ടൻ ഏഴാമത്തെ ദിവസം ഞായറാഴ്ച വന്നിട്ട് വീണ്ടും ഒരു 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 നാടകം കളിച്ചേക്കുകയാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ അനീഷിനെ കൃത്യമായിട്ട് വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇമാതിരി വൈറ്റ് വാഷ് അടിച്ചത് കണ്ടിട്ടുള്ളത് ജാസ്മിനെ ആയിരുന്നു. ജാസ്മിൻ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല, ജാസ്മിന് എന്തും അവിടെ ചെയ്യാം, അങ്ങനെ ഒരു സംഭവമായിരുന്നു ലാലേട്ടൻ അനുഭവിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടന്റെ ജനിക്കാതെ പോയ മകളാണ് ജാസ്മിൻ എന്നൊക്കെ. എനിക്ക് തോന്നുന്നത് ഈ ഏഴാമത്തെ ദിവസം എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ലാലേട്ടന് ജനിക്കാതെ പോയൊരു മകൻ തന്നെയാണ് അനീഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അനീഷ് ചെയ്ത ഓരോ തെറ്റുകൾക്കും ഓരോ കുറ്റങ്ങൾക്കും ഈ പറയുന്ന 19 പേരും എഴുതിയ ഓരോ കത്തുകൾക്കും കൃത്യമായിട്ട് എണ്ണി 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 പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലാലേട്ടൻ എങ്ങനെ ഒരു കോമാളി ആകാമെന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ തെളിയിക്കുകയാണ് വീണ്ടും. നിനക്ക് എന്ത് തോന്നടാ, ലാലേട്ടൻ കോമാളിയാണോ അല്ലെങ്കിൽ കോമാളി വേഷം കെട്ടിയെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതായത് ബിഗ് ബോസിന്റെ ആരെങ്കിലും പറയുന്ന ഇത് കേട്ട്, അതായത് അവരുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ടാവും, അത് പറയുന്നത് കേട്ടിട്ട് പുള്ളി ഒരു യുക്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഭയങ്കര മോശമായി പോയി. ഇന്നലെ ചെയ്യാത്ത കുറ്റത്തിന് രേണുവിന് കുറ്റം പറഞ്ഞ ആള് ഇന്ന് തെറ്റ് ചെയ്ത ആളിനെ പുകഴ്ത്തി സംസാരിക്കുന്നു. അയാൾ എന്ത് തെറ്റ് ചെയ്താലും വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇയാൾ എത്ര ഇറിറ്റേറ്റിംഗ് ആണ്. അത് ക്യാപ്റ്റനായിരിക്കവേ തന്നെ ഈ ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കാനായിട്ട് ചെല്ലുന്നില്ല. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു ഏത് സ്പോർട്സ് ആയാലും ശരി അല്ലാത്ത സ്ഥലത്തായാലും ശരി, ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ തന്റെ കൂടെ ഉള്ളവരെ കേൾക്കാനെങ്കിലും നിൽക്കണം. അവര് പറയുന്നത് പോലെ ചെയ്യണമെന്നല്ല, അറ്റ്ലീസ്റ്റ് കേൾക്കണമല്ലോ. അവരെന്തോ പറയട്ടെ, പറയുന്നതൊന്നും കേൾക്കാനുള്ളൊരു സന്നദ്ധ പോലും കാണിക്കുന്നില്ല. ഈ കാര്യം പറഞ്ഞപ്പോ പോലും അതെല്ലാം നോർമലൈസ് ചെയ്യാണ്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി വാങ്ങുന്ന പറയണം. അതായത് പുള്ളിയുടെ സംസാരത്തിനൊന്നും ഒരു പ്രശ്നമില്ല, പുള്ളി എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ ആദില നൂറയുടെ പ്രശ്നം അതും കൂടെ ഒന്നും നമുക്ക് പറയണമല്ലോ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തില് ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞ് അവരെ കരയിച്ച് അവരെ ഇമോഷണൽ ആക്കിയതിനു ശേഷം എന്താണ് വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് ഒരു എക്സാമ്പിളിലൂടെ അങ്ങ് പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിക്കുകയാണ്. എന്താണ്, നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്ന് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ വേറെ ആരെങ്കിലും ആണ് ഇത് പറഞ്ഞിരുന്നത് എന്തായിരുന്നു, കഴിഞ്ഞ മറ്റേ അഖിൽമാരൊക്കെ സമയത്തൊക്കെ എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ട്. മറ്റേ സെൻസിറ്റീവ് ആയിട്ടുള്ള മധുവിന്റെ വിഷയമൊക്കെ പറഞ്ഞ സമയത്ത്. ഇത്തവണ അന്വേഷിച്ച് ഒരു ബിഗ് ബോസിന്റെ സ്വന്തം ഗുണഭാവ ആയതുകൊണ്ടായിരിക്കും എന്ത് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. 19 പേരെ വെറുപ്പിച്ചിട്ട് പലരോടും എന്താണ് അവരുടെ കരിയറിനെ പറ്റി കുറ്റം പറഞ്ഞു. അവര് ഇവന്റെ വീട്ടിൽ കയറ്റത്തില്ല. ഓക്കെ, അത് അവന്റെ വീട് അവന്റെ ഇഷ്ടമാണല്ലോ, അവന്റെ വീട്ടിൽ ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. അവന്റെ സ്വകാര്യതയിലോട്ട് ആരും വരാൻ പാടില്ലായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഇൻട്രോവേർട്ട് സൈക്കോ കില്ലറൊക്കെ ആയിരിക്കും ചിലപ്പോ, പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പം ഒരാളെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടം. പക്ഷെ മറ്റ് പല കാര്യങ്ങളിലും അവരുടെ കരിയറിനെ കുറ്റം പറയുക, അപ്പാനിയോട് നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്, അനുമോള് നീ ആകാശത്ത് ഒരൊറ്റ കാര്യം, അനുമോളുടെ കാര്യം പറഞ്ഞത് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് മണ്ണി തൊട്ട് നീ നിക്ക് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ അപ്പാനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. സത്യത്തില് അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ ആദില നൂറയുടെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളും ആ ഫാമിലി ഇഷ്യൂസ് എടുത്തിട്ടുന്നതും ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും. അപ്പാനിയെ അറിയില്ലെന്നാണ് പറഞ്ഞത് തോന്നുന്നത്, അഭിനയിക്കാൻ അറിയില്ലെന്നല്ലെന്ന് തോന്നുന്നു. അല്ല അപ്പാനി തന്നെ അറിയില്ലെന്ന് പറയുന്നുണ്ടല്ലോ ഇടയ്ക്ക്. പറയുന്നുണ്ട് അപ്പാനി അറിയില്ലെന്ന് പറയുന്നു, പക്ഷെ അപ്പാനി അഭിനയിക്കാൻ അറിയില്ലെന്നാണോ ഞാൻ അറിയില്ല. എന്തായാലും ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ആദില നൂറ കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയുക,
അതെ. അത് അവർ എന്തെല്ലാം ട്രോമയിൽ കൂടെ ആയിരിക്കും കടന്നു വന്നതെന്ന് നോർമലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പുള്ളി പിന്നെ അത് സദാചാര അമ്മാവൻ ചമയാൻ വേണ്ടി വന്നുകൊണ്ടാണോ, ഇനി ഒരേ ഒരു രാജാവാക്കാൻ വേണ്ടി ബിഗ് ബോസും ലാലേട്ടനും കൂടെ ഈ കുണുവാവേനെ തീരുമാനിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അവിടെ രേണുവിന്റെ കാര്യത്തില് എന്താണ് ചെയ്യാത്ത തെറ്റിന് പറഞ്ഞ ആൾ ഇവിടെ ഇരട്ടത്താപ്പെടുത്ത് ഇവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുകയാണ്. എന്താണ് ആർമി ഗ്രൂപ്പുകളൊക്കെ ഇനി ഉണ്ടാവുമായിരിക്കും. ഒരേ ഒരു രാജാവാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണല്ലോ. അല്ല, എന്തായാലും അനീഷിന്റെ ഈ വിഴുപ്പ് എന്തിനാണ് ലാലേട്ടൻ ചുമക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നമ്മുടെ ആരായിരുന്നടാ കഴിഞ്ഞ തവണത്തെ ഈ പറയുന്ന ഇത്തരത്തില് പെരുമാറുന്ന ഒരു രതീഷിന്റെ അതേ ചുവട് പിടിച്ചാണ് ഈ പറയുന്ന അനീഷ് വന്നത്. പക്ഷെ അനീഷിനെ ഇപ്രാവശ്യം പുള്ളിക്കാരന്റെ അടുത്ത് കൈക്കുമ്പിളിൽ ഇങ്ങനെ വെച്ചേക്കാണ്, മോനെ തോളിക്കേറി ഇരുന്നോ എന്നുള്ള രീതിക്കാണ് ലാലേട്ടൻ ഈ പറയുന്ന അനീഷിനെ വെച്ചോണ്ടിരിക്കുന്നത്. അത് എന്തിനാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേണ്ടിയാണെന്ന് പോലും പറയാതെ ക്യാപ്റ്റനാക്കി ബിഗ് ബോസ് മാറ്റി. അവിടെ ഒരു കളി നടന്നിട്ടുണ്ട്. കാര്യം പുള്ളി പുറത്താവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കളിയാണല്ലോ. ക്യാപ്റ്റൻ ആകുമ്പോൾ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ, തീർച്ചയായും. സാധാരണ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ക്യാപ്റ്റൻസിക്ക് വേണ്ടിയാണെന്ന് പറയാതെ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തുന്നത്. അതെ, ഏറ്റവും ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കാൻ പറഞ്ഞിട്ട് അവസാനം പറയാണ് ഇതാണ് ക്യാപ്റ്റൻ. അല്ലല്ല, അത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പതയായവര് ക്യാപ്റ്റനായി എന്നങ്ങ് പറയാണ് ബിഗ് ബോസ്. അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്യാപ്റ്റൻസി ഇതാണെന്നൊരു സൂചന ഇല്ലല്ലോ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ കൂടെ ക്യാപ്റ്റൻ. അതെ 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 അതെ. ചിലപ്പോ ഒരു പക്ഷേ ഏത് രീതിയിൽ ആക്കാമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന് ഇപ്പൊ അനീസിനാണ് കുറവ് പദവിക്ക് അവർ പറഞ്ഞത് ഏറ്റവും പദ കുറഞ്ഞ ആള്, അതായത് നെഗറ്റിവിറ്റി കുറഞ്ഞ ആളാണല്ലോ. നെഗറ്റീവ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പദ തയ്ക്കാൻ പറഞ്ഞു. നോക്കിക്കൊണ്ടിട്ട് അനീഷിന് പദ കുറവായിരുന്നു പറഞ്ഞത് ഏറ്റവും പദ കുറവുള്ള ആള് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞതന്നെ. ഈ സീസൺ തുടക്കം തന്നെ ഈ ഒരു എന്താണ് കോമണറിനെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിഞ്ഞ സീസണിൽ ഈ ജാസ്മിനോട് ഫേവറിസം കാണിച്ച പോലെ ഈ താരങ്ങളോട് ഫേവറിസം കാണിച്ചെന്നും പറഞ്ഞ് പിന്നീട് വല്ല വിമർശനം ഭയന്നിട്ടാണോ എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും അനീഷിനെ അങ്ങ് പൊക്കി അടിക്കാനുള്ള ഒരു അജണ്ടയിലാണ് ബിഗ് ബോസിന്റെ ക്രൂവും ലാലേട്ടനും എല്ലാം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. പിന്നീട് അനീഷിനെതിരെ ഉള്ള ഒരു പരാതിപ്പെട്ടി, അനീഷിന് വേണ്ടി മാത്രം ഒരു പരാതിപ്പെട്ടിയുണ്ട്. അതെ, അതില് ഈ പറഞ്ഞ പോലെ ഫസ്റ്റിലെ തന്നെ ആദില നൂറയുടെ പ്രശ്നമാണ് കാണിക്കുന്നത്. അതില് ഈ പറയുന്ന പോലെ മിങ്കിൾ ചെയ്യാൻ വരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ തന്നെ അനീഷ് ഫസ്റ്റ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫാമിലിയുടെ പ്രശ്നം എടുത്ത് എന്തിനാണ് ഈ അനീഷ് എടുത്തിരുന്നത് എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല. അത് പഴയ ഫോർമാറ്റുകൾ പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. എടാ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ നമുക്കിങ്ങനെ ഈ കഴിഞ്ഞ സീസണിൽ വിജയിച്ച ആൾക്കാരുടെ അല്ലെങ്കിൽ പുറത്ത് നല്ല ഫേമസ് ആയ ആൾക്കാരുടെയോ പുറത്ത് പോസിറ്റീവ് ആൾക്കാരൊക്കെ എന്താണോ ബിഗ് ബോസ് ചെയ്തത് അത് നോക്കി പഠിച്ചാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു കാര്യം പറയട്ടെ, ഒരു കൈയില്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ കുറ്റം പറയുന്ന കണക്കാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളിയുടെ ഫാമിലി ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി എന്തുകൊണ്ട് ഡൈവേഴ്സ് ആയി? പുള്ളി ഭാര്യയോട് പോയി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞൂടെ? അതാണ് അത് നമുക്ക് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ, എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തരുടെ ചിന്തകൾ യുണീക്കാണ്. അപ്പൊ ഓരോരുത്തരുടെ ക്യാരക്ടർ യുണീക്കാണ്. അപ്പൊ ഓരോരുത്തരുടെ ഫാമിലി ഇഷ്യൂസും വളരെ യുണീക്കാണ്. നമുക്ക് ഒരാളെ വെച്ച് മറ്റൊരാളുടെ ഫാമിലിയെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അപ്പോ ഈ പറയുന്ന അനീഷ് പറയാണ്, നിങ്ങൾക്ക് പോയി സംസാരിച്ചുകൂടെ, നിങ്ങൾ എന്തിനാണ് ഡ്രാമ കളിക്കുന്നത്? ഇത്തരത്തിലുള്ള സംസാരം. കാര്യം ഓരോരുത്തരും ഓരോ ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒട്ടുമിക്ക പ്രേക്ഷകർക്കും അറിയാം ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടാക്കിയ വിവാദം എന്ന് വെച്ചാൽ അവർക്ക് ഒന്നിച്ച് അതെ, അവര് വീട്ടുകാർ തടഞ്ഞു വെച്ച ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. എന്തായാലും ഈ പറയുന്ന പോലെ അവരിപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല ജോലി, സാലറി ഉൾപ്പെടെ ഉണ്ട്. ജോലി ഉണ്ട്, ലക്ഷത്തിന് പുറത്ത് 6 ലക്ഷത്തിന് പുറത്ത് സാലറി ഉണ്ട്. അവർ നല്ല ഹാപ്പിയായിട്ട് പോകുന്ന അവരുടെ ഇടയിൽ നിന്നിട്ട് അന്വേഷിച്ച് പറയാണ് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ അടുത്ത് വന്ന എല്ലാ പ്രശ്നവും തീരുന്നു. അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത് അനീഷ് അവിടെ. അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അനീഷ് തന്നെ വിചാരിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിലെന്ന് പറയുന്നത് എന്തിനുള്ള സൊല്യൂഷനാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കുന്നത്. അവരങ്ങ് വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാതിരുന്നിട്ടില്ല. അച്ഛനെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്, അമ്മേനെയും സഹോദരിയൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പണ്ട് എന്തോ ഒരു ഇതിൽ വായിച്ചെന്ന് പറഞ്ഞാല് ഈ രണ്ടുപേരിൽ ആരോ ഒരാളാണ്, അതിനാണോ നൂറാണോന്ന് ഓർമ്മയില്ല, ഫാദറിന്റെ വരെ അബ്യൂസ് നേരിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും ട്രോമയിൽ കൂടെ കടന്നു വന്ന ആളാണ്. രണ്ടിലാരോ ഒരാൾ, എനിക്കത് ആരാന്ന് ഓർക്കുന്നില്ല. അതൊരു വ്യക്തി എന്ന് വെച്ചാല് അബ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉപദ്രവിക്കുമായിരുന്നു എന്ന് വെച്ചാല് ഈ എവളുമായിട്ട് പോകരുത് എന്നുള്ള രീതിക്ക് ഉപദ്രവിക്കുമായിരുന്നു, ശാരീരിക ഉപദ്രവം. അതായത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടല്ലോ ലവ് ലെറ്റർ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവര് തമ്മിലുള്ള
ലവ് ലെറ്റർ. അത് മാത്രമല്ല ഇവർ തമ്മിൽ ചാറ്റ് ചെയ്ത ചാറ്റിങ്ങുകളുടെ പേരിൽ, അതായത് ഏത് പയ്യനാന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ രണ്ടും പെൺകൊച്ചുങ്ങളാണ്. അപ്പം പിന്നീട് ഈ യാഥാർത്ഥ്യം അറിഞ്ഞതിന് ശേഷം ഒരുപാട് ഉപദ്രവിക്കപ്പെടുന്നു. അപ്പൊ ആ ഉപദ്രവമായിരിക്കാം ചിലപ്പോൾ അബ്യൂസ് എന്ന് ഉദ്ദേശിച്ചത്. എന്തായാലും ക്രൂരമായിട്ടുള്ള അബ്യൂസിന് ഇരയായിട്ടുണ്ടെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പൊ അത്രയും ട്രോമയിൽ കൂടെ കടന്നുപോയ ആളാണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള സാധാരണ സിനിമയിലൊക്കെ ഉള്ള സംഭവമാണ്. ശരിക്കും വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അത്രത്തോളം അത് വീട്ടില് പ്രശ്നമാണെന്നാണ് അർത്ഥം. സിനിമ പോലെ അല്ലല്ലോ. സിനിമയിലാണെങ്കിൽ ഒരു മൊമെന്റ് മതി. ഉണ്ണി ഇറങ്ങണ ഉണ്ണി എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ വീടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ തന്നെ ലാലേട്ടൻ എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങളങ്ങ് സോൾവ് ചെയ്തു എന്നുള്ള രീതിക്ക് പറഞ്ഞ ആ ഒരു സംസാരിച്ച് സോൾവ് ചെയ്തു. ആരോടെ സംസാരിക്കുന്നത്? അനീഷിന്റെ അവൻ ചെവി കൊണ്ടേ അല്ല കേൾക്കുന്നത്, മുമ്പ് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ആര് പറയുന്നത് പുള്ളി ഉള്ളിലോട്ട് എടുക്കുന്നില്ല. അപ്പോഴും തന്നെ ലാലേട്ടൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ഇപ്പം അതിനെ എതിർക്കാൻ വേണ്ടി അനീഷിന്റെ ഡിവോഴ്സ് കേസ് എടുത്തിടുന്നുണ്ട്. അതായത് ഇപ്പൊ അനീഷിന്റെ ഡിവോഴ്സ് കേസാണ് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അനീഷിന് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ അവിടെ കൊണ്ടൊക്കെ അവസാനിപ്പിക്കാണല്ലോ കോൺവെർസേഷൻ. അത് തന്നെ, അവിടെ ലാലേട്ടൻ നന്നായിട്ട് മെഴുകി ഈ പറയുന്ന ഇങ്ങനെയാണോ പറയേണ്ടിയിരുന്നത്? നീ ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് അഭിപ്രായം പറയാൻ അനീസ് ആരാന്നൊക്കെ ഒരു വാക്ക് ചോദിക്കാറുണ്ടല്ലോ. കാര്യം ഇവിടെ നടക്കുന്ന ഗെയിമിനെ പറ്റി, ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി സംസാരിക്കണം. അവര് പുറത്ത് അനുഭവിക്കുന്ന ട്രോമയില് അവരെ ഫാമിലിയുടെ കാര്യമൊന്നും ഇവൻ നോക്കേണ്ട ആവശ്യമില്ല. വീട്ടിലോട്ടോ അവരുടെ നാട്ടിലോട്ടോ അവരെ കുടുംബത്തിലോട്ടോ ഈ 19 പേരും കേട്ടില്ലെന്ന് പറഞ്ഞ ആൾ അവരെ കുടുംബത്തിനെ പറ്റി നോക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് അവരെ വീട്ടുകാർ വന്നോ പോയോ എന്നൊന്നും ഇവന്റെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. ഇവനിപ്പോ എന്താണ് മറ്റുള്ളവരെ മുന്നിലൊരു ഇമേജ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനമാണ് ഈ കാണിക്കുന്നത്. അത് അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ഈ ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാർ അവരെ വീട്ടുകാരോട് സംസാരിച്ചാൽ അവരെ പ്രശ്നം തീരുന്നു. എന്ത് പ്രശ്നം? അതെ ഇതൊക്കെ ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ നോർമൽ ആവുള്ളൂ. ആൾക്കാരൊന്ന് അവരുടെ മാനസികമായിട്ടുള്ള വികാസം ഇപ്പൊ പലരുടെയും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. പലരുടെ റിലീജിയന്റെ ഭാഗമായിട്ടായിരിക്കാം. അതിലൂടെ ആയാലും വേറെ ഏതെങ്കിലും ആയാലും ഇപ്പൊ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അവർ അതിൻ്റെതായ ഒരു കാര്യങ്ങളിലൂടെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇതൊക്കെ നോർമലി ആൾക്കാർ ഈ ചിന്തകളിൽ നിന്നൊക്കെ മാറ്റം വരാൻ കാലങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. പണ്ടുണ്ടായിരുന്ന അടിമത്തം പരിപാടിയൊന്നും ഇപ്പൊ ഇല്ലല്ലോ. അതുപോലെ തന്നെ കാലങ്ങൾ കൊണ്ട് മാറേയുള്ളൂ. ഇപ്പൊ അനീഷ് ഇപ്പൊ പെട്ടെന്ന് അവരെ വീട്ടുകാരെ വിളിച്ചിവിടെ കൊണ്ടുവന്നു പറഞ്ഞ് ശരിയാവും. അതുപോലെ ആരെയൊക്കെ വിളിക്കേണ്ടത്, ആരെയൊക്കെ വീട്ടിൽ ബിഗ് ബോസ് ഹൗസിലോട്ട് കൊണ്ടുവരേണ്ടതെന്നൊക്കെ ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ഈ വാഴയല്ല. അത് തന്നെ, അതാണ്.